രാത്രി കഴിക്കാൻ പോകാനായിട്ട് കാട്ടുപോത്ത് സമ്മതിക്കുന്നില്ല. അത് ഇങ്ങോട്ട് വരും, വീണ്ടും വരുന്നു. ബന്ദർ വനത്തിൽ നിന്ന് തിരികെയുള്ള ട്രെക്കിംഗ്. ഏകദേശം 1 മണിക്കൂറോളം സമയലാഭം ലഭിക്കും എന്നതിനാൽ നമ്മുടെ കൂടെ 3 ദിവസങ്ങളും ഉണ്ടായിരുന്ന വാച്ചർമാരായ വിനോദും സെൽവകുമാറും നമ്മളെ പകുതി ദൂരം എസ്കേപ്പ് റോഡിൽ കൂടി കൊണ്ടുവന്നിട്ട് പിന്നീട് വനത്തിനുള്ളിൽ കൂടിയാണ് മടക്കയാത്ര നടത്തിയത്. ഘോര വനത്തിൽ കൂടിയുള്ള ആ ട്രെക്കിങ് മുൻപ് ഇവിടെ ട്രെക്കിംഗ് ചെയ്തവർക്കൊഴിച്ച് എല്ലാവർക്കും അല്പം ക്ലേശകരവും അതോടൊപ്പം ഏറെ ആസ്വാദ്യകരവുമായ ഒരു പുതിയ അനുഭവമായിരുന്നു. 6 മണിയോടെ 3:30 ആയപ്പോൾ തുടങ്ങിയ ട്രെക്കിംഗ് പൂർത്തിയാക്കി എല്ലാവരും സന്തോഷത്തോടെ ക്യാമ്പിൽ മടങ്ങിയെത്തി. തിരിച്ചെത്തിയപ്പോൾ നമ്മളെ കാത്ത് അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തതായിരുന്നു. നടന്ന് ക്ഷീണിച്ച് തളർന്നു വന്ന ആളുകളിൽ പലർക്കും രണ്ടാമത്തെ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു. വൈകുന്നേരമായതോടെ ക്യാമ്പിന് ചുറ്റും കുരങ്ങന്മാർ, കരിങ്കുരങ്ങുകളും രാത്രി ചിലവഴിക്കാനുള്ള അവരുടെ സങ്കേതത്തിലേക്ക് ഓടി മറയുന്നു. ഇടയ്ക്ക് ലങ്കൂറുകളുമായി ചെറിയ ശണ്ട കൂടുന്നു. ക്യാമ്പിന് ചുറ്റും കാട്ടുപോത്തുകൾ. കൂടുതൽ മൃഗങ്ങൾ വനത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചിലവ ചീറ്റുകയും ഉയർന്നു ചാടുകയും ആക്രോശവും ഒക്കെ നടത്തുന്നു. തികച്ചും ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ. വേഗം തന്നെ ഞാൻ റൂമിനുള്ളിൽ കയറി ജനാല തുറന്നിട്ട് കാഴ്ചകൾ പകർത്തുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ ക്യാമ്പിൻ്റെ ആദ്യ ദിവസം റേഞ്ച് ഓഫീസർ അരുൺ സാർ വിവരിച്ച ഒരു സംഭവം ഓർത്തു. ചില നാളുകൾക്ക് മുൻപുള്ള ഒരു സംഭവ കഥയാണ്. കാട്ടുപോത്തുകൾ ദിവസവും ഈ ക്യാമ്പിൻ്റെ ഭാഗത്തേക്ക് കയറി വരാറുണ്ട്. അങ്ങനെ വന്നിരുന്ന കാട്ടുപോത്തുകൾക്കിടയിൽ ഒരു ദിവസം കഴുത്തിൽ അല്പം പഴകിയ മുറിവുമായി ഒരു കാട്ടുപോത്ത് നിൽക്കുന്നു. ആ മുറിവ് അല്പം ഗൗരവമുള്ളതെന്ന് കണ്ട് അതിന് ചികിത്സ ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിനെ പിടികൂടി ചികിത്സ നൽകി. മുറിവുണങ്ങി അതിന് സ്വയമായി വീണ്ടും ജീവിക്കാനുള്ള ആരോഗ്യമായപ്പോൾ അതിനെ സ്വതന്ത്രമായി വിടുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ചില ആഴ്ചകൾ കൊണ്ട് ആ കാട്ടുപോത്ത് അതിനെ പരിചരിച്ച ആളുകളുമായി അല്പം സൗഹാർദ്ദമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അതിനെ പരിചരിച്ചവർ ആ കാട്ടുപോത്തിന് ഒരു പേരിട്ടു, മാളു. ഇപ്പോൾ സ്വതന്ത്രമായി വനത്തിൽ കൂടി വിരഹിക്കുന്ന മാളു
ചില ദിവസങ്ങളിൽ വൈകുന്നേരമാകുമ്പോൾ ഇവിടെ എത്താറുണ്ട്. അതിനെ പരിചരിച്ച ആളുകൾ അതിൻ്റെ അടുത്ത് ചെല്ലാം. കാരണം മാളുവിന് അവരെ അറിയാം, അവർക്ക് മാളുവിനെ അറിയാം. മാത്രമല്ല, മാളു മനുഷ്യരെ കണ്ട് പരിചയപ്പെട്ടതിനാൽ ആവണം ആളുകളെ പേടിക്കാറില്ല, ശല്യപ്പെടുത്താറുമില്ല. എന്നാൽ ഈ സംഭവം ഞങ്ങളോട് വിവരിച്ച അരുൺ സാർ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൂടി തന്നിരുന്നു. മാളു ആളുകളുമായി ഇണങ്ങിയതാണ്. അതിനെ പരിചയമുള്ളവർ ചില രീതികളിൽ കൂടി അതിനെ തിരിച്ചറിയുന്നു. എന്നാൽ കാഴ്ചയിൽ മാളുവിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു കാട്ടുപോത്തുണ്ട്. അതും ഇവിടേക്ക് പലപ്പോഴും കയറി വരാറുണ്ട്. അത് മാളുവിനെ പോലെ അത്ര ശാന്തശീല അല്ല. അതുകൊണ്ട് മാളുവാണെന്ന് കരുതി കാട്ടുപോത്തുകളുടെ അരികിലേക്ക് ആരും ചെല്ലരുത്, ചെല്ലാൻ ശ്രമിക്കരുത്. ഒരുപക്ഷേ ഈ കൂടെ മാളു ഉണ്ടാവാം, ഇല്ലായിരിക്കാം. എന്നാൽ ഇവയ്ക്കൊന്നും ഞങ്ങളെ കണ്ടിട്ട് ഭയമോ ദേഷ്യമോ ഒന്നുമില്ല. ചിലവ നിർത്താതെ തീറ്റ തിന്നുന്നു, മറ്റു ചിലവ പരസ്പരം ശണ്ട കൂടുന്നു, മരങ്ങൾ ചവിട്ടി ഒടിക്കുന്നു, കുത്തിമറിക്കുന്നു. നമ്മുടെ റൂമിനടുത്ത് തന്നെ എന്തോ കാര്യമായി തീറ്റ തിന്നുന്നു. അത് കണ്ടപ്പോൾ കുരങ്ങന്മാർക്കും വേണം അത് എന്ന് പറഞ്ഞ് അവരടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യാം, കാട്ടുപോത്തുകൾ പോയാലല്ലേ അവർക്ക് തീറ്റ കിട്ടുകയുള്ളൂ. വളരെ നേരം കാത്തിരുന്നിട്ട് നിരാശരായി അവ മരത്തിലേക്ക് കയറിപ്പോയി. ഇരുൾ വീണതോടെ കൂടുതൽ കാട്ടുപോത്തുകൾ എത്തുകയായി. കൂടെ കാട്ടുപോത്തിൻ്റെ കിടാവുകളുമുണ്ട്. അതെ, അതാ പെണ്ണിനെ ഫീമെയിലിനെ കാണിക്കണതായിരിക്കും. ഫീമെയിലിനെ കാണിക്കണത് പവർ കാണിക്കണതാ. സൂക്ഷിച്ചാണ് അങ്ങോട്ട് ചാടി വരട്ടെ. കുത്തി മാറിക്കട അങ്ങോട്ട്. വീടിന് പുറകെ കൂടെ അല്ലേ? അല്പം കഴിഞ്ഞപ്പോൾ റൂമിന് വാതിൽക്കൽ വരെ കാട്ടുപോത്തുകൾ. രാത്രി 7:30 അത്താഴം കഴിക്കുവാൻ വെളിയിലേക്ക് ഇറങ്ങുവാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. അവസാനം ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫായ രാജയെ സഹായത്തിനായി വിളിച്ചു. രാജ വന്നു അവയെ ഓടിച്ചു വിടുവാൻ നോക്കിയിട്ടും കാര്യങ്ങൾ പഴയതുപോലെ തന്നെ. എങ്ങനെയൊക്കെയോ ഒരൽപ്പം സ്ഥലമുണ്ടാക്കി സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഭക്ഷണം കഴിക്കുവാനായി ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്ന ക്യാൻറ്റീൻ്റെ ഭാഗത്തെത്തി. വീണ്ടും ഞങ്ങൾ നോക്കുമ്പോൾ റൂമിന് കാവലായി കാട്ടുപോത്തുകൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഏറ്റവും ആകർഷകമായ അനുഭവമുണ്ടായത്. ഞാനും വിനേഷും ആദ്യം ഭക്ഷണം കഴിച്ച് ശ്രദ്ധയോടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്യാൻറ്റീന് വെളിയിൽ വാതിലിൽ വന്ന് നോക്കി നിൽക്കുന്നു ഒരു കാട്ടുപോത്ത് ഒറ്റയ്ക്ക്. അത് മാളുവാണോ എന്ന് നമുക്കറിയില്ല.
വാതിലിനുള്ളിൽ നിന്ന് നമ്മൾ വിളിച്ചപ്പോൾ അത് അടുത്തു വന്നു. നമ്മളതിനെ തലോടാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ആരും വെളിയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വളരെ നേരം ഈ കാഴ്ചകൾ നമ്മൾ കണ്ടു നിന്നു. പകൽ മുഴുവനുള്ള നടത്തത്തിൽ ക്യാമ്പിലെ എല്ലാവരും ക്ഷീണിച്ചിരുന്നു. എങ്കിലും വീണ്ടും എല്ലാവരും ഒരുമിച്ച് കൂടി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് അടുത്ത ദിവസത്തെ ക്രമീകരണങ്ങൾ വിവരിച്ച ശേഷം ഉറങ്ങാൻ പോയി. മൂന്നാമത്തെ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ എല്ലാവരും തണുപ്പ് ആസ്വദിക്കുവാനായി വെളിയിലിറങ്ങി. ഇന്ന് വിശ്രമദിനമാണ്. പ്രാതൽ കഴിച്ച ശേഷം വട്ടവട ഗ്രാമം കാണാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അതിനുശേഷം ഉച്ചഭക്ഷണത്തോടെ നമ്മൾ ഈ പാമ്പാടും ഷോലയോട് താൽക്കാലികമായി യാത്ര പറയും. രാവിലെ തണുപ്പിൽ ആ വനപാതകളിൽ കൂടി നടന്ന് എല്ലാവരും കോടയിറങ്ങിയ തണുപ്പിൻ്റെ കാഴ്ചകൾ കണ്ടു. പക്ഷികളെയും വന്യമൃഗങ്ങളെയും കണ്ടു. സെൽഫി എടുത്തു. വളരെ നേരം ആസ്വദിച്ച് നടന്നു. ഈ വനത്തിലൂടെ, ഈ കാട്ടുപാതയിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുവാൻ നമുക്ക് സാധ്യമായത് MTI വൈൽഡ് ലൈഫ് ക്ലബ്ബ് എന്ന നമ്മുടെ നേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം മാത്രമാണ്. പ്രാതൽ കഴിച്ച് 9:30 ആയപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി. പാമ്പാടും ഷോല വനത്തിലൂടെ കുറച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് വനത്തിൽ നിന്ന് വെളിയിലേക്കിറങ്ങി 3-4 കിലോമീറ്റർ മുന്നോട്ട് ചെന്നാൽ വട്ടവടയായി. പച്ചക്കറി കൃഷികൾ വളരെയേറെ നടത്തുന്ന മലയോര ഗ്രാമം. ദൂരെ നിന്നേ നമുക്ക് കൃഷിയിടങ്ങൾ, കൃഷിപ്പാടങ്ങൾ വളരെ നന്നായി കാണാം. പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അവിടെ കൃഷി ചെയ്യുന്നു. മണ്ണൊലിപ്പ് തടയാനുള്ള കയ്യാലകൾ വൃത്താകൃതിയിൽ വെട്ടി നിർത്തി അതിൽ കൃഷി ചെയ്യുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങൾ മുഴുവൻ വൃത്താകൃതിയിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്, ഈ ഗ്രാമത്തിന് വട്ടവട എന്ന് പേര് വന്നിരിക്കുന്നത്. പലതരം പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയുടെ എല്ലാം കൃഷിയിടങ്ങളിൽ കൂടി എല്ലാവരും ഇറങ്ങി നടന്നു. ഇവിടെ സ്ട്രോബെറി ഫാമിൽ വന്നു. ഇനി നമുക്ക് സ്ട്രോബെറി ജാമും വൈനും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ഇവിടെ സെയിൽ കൊണ്ടുവന്ന് നോക്കാം. ഇന്നത്തെ റേറ്റും പുള്ളി കണ്ടുപിടിച്ചില്ലല്ലോ. അല്ല, ഇതെന്തൊക്കെയാ സംഭവം? എല്ലാവരും അവരവരുടെ വീടുകളിലേക്കായി ജാമും സ്ട്രോബെറിയും കാബേജും പാഷൻ ഫ്രൂട്ടും എല്ലാം വാങ്ങി തിരികെ ക്യാമ്പിലെത്തി. വളരെയേറെ കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ മൂടിയിടുന്നത് എന്തുവാ? സ്ട്രോബെറിയാ? ആ, അതിനപ്പുറം ബീൻസ് അല്ലേ, മഞ്ഞച്ച ആൾക്കാർ. അവിടെ കാബേജ് ഉണ്ട്. ഉച്ചയ്ക്കിന്ന് പ്രത്യേകമായി MTI ക്ലബ്ബ് ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് തന്നെ 1:30 ആയപ്പോൾ പാമ്പാടും ഷോലയോടും അവിടെയുള്ള ആളുകളോടും വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ബസ് നീങ്ങുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മറക്കാനാവാത്തത്ര നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയിലേക്കാണ് ഈ ബസ് യാത്ര തുടങ്ങുന്നതെന്ന്. ഈ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു ആൻഡ് ബൈ.